നിർത്തി. Watch out! Watch out! पुढे धोका आहे. Watch out! അടിക്കോ അടിക്കടിക്ക് ഇതാ ഇങ്ങോട്ട് വരും. Watch out! അടി Watch out! ഈ വീട്ടിൽ കയറാണ്. മണ്ടേ നിൽക്കുന്ന ആരാ? അവർക്ക് എത്ര പേര് അവിടെ? നോക്കാവതിരുന്നാ മതി. Watch out! Marked a location. Marked a location. Watch out! तिथे बघा. Watch out! അടിക്കാൻ പറ്റുകയാണെങ്കിൽ Watch out! Watch out! അടിക്കുന്നു. Watch out! അവരിവിടെ ഫൈറ്റ് ഇവിടെ നിന്നിട്ടുണ്ട്. ഏസും ഉണ്ട്. ഇവിടെ 5 ടീമാണ്. R6 വൈപ്പായി. ഫസ്റ്റ് എയ്ഡ് ഒന്നും ഇല്ലാട്ടോ. അല്ലെങ്കിൽ പോച്ചിങ് ഇറങ്ങിയാലും കുഴപ്പമില്ല. എനിക്ക് ആരുടെ കെയിംസ് ആവുന്നല്ലേ എന്തെങ്കിലും കുഴപ്പമില്ല. ആ വീട്ടിൽ തന്നെ നമ്മൾ ഇരിക്കേണ്ട വരും. ഞാൻ പറയുന്നുണ്ടടാ, ഞാൻ മൈക്ക് ഓൺ ആക്കിട്ട് തന്നെ പറഞ്ഞത് എടാ വേണ്ട നമുക്ക് നമ്മുടെ റൂട്ടിൽ പള്ളി ഒരാള് വേണ്ടേ കളി. पुढे धोका आहे. അവള് എല്ലാരും കൂടെ കേറി അടിക്കാൻ നോക്ക്. ഒരാളല്ലേ ഉള്ളൂ. അവൾ ടീംമേറ്റ് ഇപ്പം വരാൻ മതി കേട്ടോ. ബാക്കില് മോളി എന്തോ വേറെ ആളുണ്ട്. ഇവരെ ഫൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ UAC എടുത്തിട്ട് പോവാം. Watch out! നിക്കാൻ പറ്റത്തില്ല. കവറുണ്ട്. Watch out! എടാ ഈ ഉള്ളവളെ അടിക്കാം. പക്ഷെ ഈ ബാണൗസിലുള്ളവളെ ഷാക്കിന്റെ ബാക്കിലിട്ടോ സ്ഥിതി അവളെ ഫിനിഷ് ആക്കിയതാണ്. ഞാൻ 1 HP ആണ്. ഒന്നും ചെയ്യാറില്ല. No! ഹീലിങ്സ് പോയി അടിച്ചു ഒന്നുമില്ല. പോയി ഉള്ളത് വെച്ച് അടിക്കുക. സ്റ്റോൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം. I got supplies! पुढे धोका आहे. സ്കൂബി 1 HP. അവളുടെ പെട്ടിയിലൊന്നുമില്ലേ? അവള് ബാൻഡേജ് അടിക്കുന്നത്. ബാക്കില് കുറച്ചുകൂടെ ബാക്കില്. Help! പെട്ടിയൊന്നുമില്ല. അതാണ് വേറെ കാര്യം. എടുത്തോ. തല കാണാൻ ഹീലിങ്സ് എടുക്ക. എന്നിട്ട് വണ്ടി എടുത്ത് പോക്കോ. ബാൻഡേജ് ഉണ്ടെങ്കിൽ വേഗം എടുക്ക. ഗണ്ണെടുക്കണ്ട. ഫസ്റ്റ് ഹീലിങ്സ് അടിക്കേ. അത് കഴിഞ്ഞിട്ട് ഗണ്ണെടുക്കാം. ഇനിയും ടീം ഉണ്ട് കേട്ടോ ഇവിടെ. ഫ്രാഗ് പോയില്ലല്ലോ. ഇൻഫോ ഇല്ലല്ലോ അവരുടെ. ഇല്ലടാ 1 HP ഞാൻ പെട്ടി കിട്ടേക്കെന്ന് പറഞ്ഞു പോയതാ.
പെട്ടി കണ്ടില്ലേ? വെറുതെയാണ് ഇത്ര പേര് ചാവണത് ഇറാങ്കല്ല്. ഇപ്പഴല്ലേ മനസ്സിലായത് ഇവിടെ തന്നെ 10 ടീം ഇറങ്ങുമല്ലോ. ബാക്കില് ഓവർക്രാഫ്റ്റ് റൈറ്റില്. സോണ് നോക്ക്, യാസ സോണ്. നിന്റെ ഫ്യൂൽ ക്യാൻ ഉണ്ടോ? ഇവിടെ ഫ്രണ്ടില് മറ്റേ ഷോപ്പ് ബസ് ഉണ്ടോ നോക്ക്. ഫസ്റ്റ് എയ്ഡ് മേടിക്കുന്നത്. ബാക്കില് കോമ്പൗണ്ട്. ദൈവമേ, ഒരു ഇത് തോന്നി കളിക്കുന്ന പ്ലെയർ ഇതൊന്നും ആരും കേക്കണ്ടാട്ടാ. നിന്നെ തൊട്ട് വിടും. പ്രത്യേകിച്ച് പിയോവി. അത് ശരി, ഇവിടെ മാഡം ഇത് കേക്കണ്ട. നിന്നെ ഇപ്പൊ തന്നെ ഇറക്കി വിടും. തല കാണില്ല. വേം പോ. അടുത്ത നമ്മളെ റോണ്ടോ പൊരിക്കും ഗൈസ്. നോറ ചത്തു. എത്ര പേരാണ് നോക്കാക്കുന്നേ? സൺസിറ്റി 2 പേരെ വണ്ടി കയറ്റി നോക്കാക്കി. അത് വെച്ചല്ലേ ഞാൻ കണ്ടത്. അവർക്ക് ലാഗില്ലല്ലോ അവിടെ, അപ്പൊ ഇങ്ങനെ നിന്ന് അടിക്കാല്ലോ. നമ്മള് സ്കോപ്പ് ഓൺ ആക്കുമ്പോ തന്നെ സ്റ്റെപ്പ് നിൽക്കും, അപ്പൊ തന്നെ നോക്ക് മേടിക്കും, അപ്പൊ ഇവിടെ പുഷാക്കും. പക്ഷെ നമ്മളെ ചാവും. ഫ്യൂലുണ്ടോ നോക്ക്. ഫ്യൂലൊക്കെ അടിച്ചോ? ഓക്കെ. അടുത്ത മാപ്പിൽ നമ്മൾ എവിടെ ഞാനോട്ട് പോയി. അവിടെ ആളല്ല. ഫൈറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇന്നലെ കണ്ടില്ലേ ടെസ്റ്റ് ട്രാക്കിൽ പിന്നെ കേറിയിട്ട് യൂലിലും പിന്നെ നമ്മൾ കേറിയപ്പം ഫൈറ്റ് തേർഡ് പാർട്ടി വന്ന് 4MW. ഏതെങ്കിലും ഒരൊറ്റ വീട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ലൂട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ലോഡ് ആവും. എന്നിട്ട് പതിയെ കളിച്ചാൽ മതി. അക്ഷരം തെറ്റത് കേട്ടിരിക്കും. അതാ നീ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എന്നിട്ട് നിങ്ങൾ അത് പവർ ഗ്രിഡിൽ ഇറങ്ങരുത് പറഞ്ഞവൻ. പവർ ഗ്രിഡിന്റെ വണ്ടി എടുക്കുന്ന സ്ഥലല്ലേ, അവിടെ മാത്രം ഇറങ്ങുക. എന്നിട്ട് വണ്ടി എടുത്തിട്ട് നിങ്ങൾ വേറെ സ്പ്ലിറ്റ് ലൂട്ടാക്കാൻ പോയ. അവിടെ ഇറങ്ങുന്നതിന് ഉദ്ദേശം എന്താ? നമുക്ക് കില്ല് കിട്ടാൻ വേണ്ടി. അല്ലാണ്ട് നമ്മൾ എനിക്ക് ആ 4 കില്ലിന് വേണ്ടിട്ട് നമ്മൾ ചിലപ്പോ ഡിന്നർ ആയിരിക്കും മിസ്സാക്കുന്നത്. പിന്നെ ഇപ്പൊ ഡിന്നർ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. എന്താ വണ്ടി ഒരു സ്ഥലത്ത് ഇട്ടിട്ട് നീ 2-3 വീട് അപ്പുറത്തൊക്കെ ആയിട്ട് നിന്ന് ക്യാമ്പ് ചെയ്തോ. ക്യാമ്പിങ് ഇല്ല പൊള്ളിട്ടാവേ, ഒറ്റയ്ക്കാണേലും 3 പേരുണ്ടായിട്ട് നടന്നില്ല. കാലിനൊക്കെ നമ്മുടെ POV എന്താ പറയാ, നിങ്ങൾ നിർത്തിപ്പോകും. ക്യാമ്പ് ചെയ്തിട്ട് അടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എനിക്കൊന്ന് ഇതിലും നന്നായിട്ട് ക്യാമ്പ് ചെയ്താൽ മറ്റേ BC4 അടിക്കും നമ്മളെ. അല്ലി ചത്തു. NXTയിലെ നോറ് നേരത്തെ ചത്തു. നോക്കിയില്ല ബാക്കി.
ഏലൊക്കെ അടിച്ചു വെച്ചോ. സ്മോക്കും എടുക്ക്. സ്മോക്ക് നീഡ് ഇതാ അപ്പുറത്ത് നീഡ്. ബാക്കില് നീഡ്. ബാക്കില് ഇതല്ല. നേരെ പോ. ഇനി റൈറ്റ് പോ. റൈറ്റ് ആ റൂം. എന്നാലും ഓട്ടയുടെ ഉള്ളിൽ കൂടെ ആള് വരുത്ത് പറഞ്ഞിട്ട് നമ്മളാ ഓട്ടയ്ക്കകത്തും ചത്ത്. അവിടെ നല്ല വന്നത് സ്റ്റെപ്പിന്ന് അവള് നീട് ബുക്ക് ചെയ്ത് വന്നത്. നമുക്ക് നല്ല ഗെയിമിംഗ് സെൻസ് ഉള്ളത് കൊണ്ടേ അവള് വെറുതെ റാൻഡം ആയിട്ട് ഇട്ടതാ സ്മോക്കില്. സ്റ്റെപ്പ് കൂടെ കേറണ്ടെന്ന് പറഞ്ഞ് കേറണ്ട വിചാരിച്ചാ ഞാൻ അവിടെ നേട് സ്റ്റെപ്പിലേക്ക് ആക്കിയിട്ട് അപ്പൻ്റെ ഓട്ടോയിൽ കൂടെ നേടി. അന്നാലും എന്റെ പൊഴുണ്ടാവേ എനിക്ക് ഓർക്കാം. അവിടെ സ്റ്റെപ്പിൽ കൂടെ വന്നു. ഇതൊന്നും നീ അറിഞ്ഞില്ലേ? ദൈവമേ സൗണ്ട് സെൻസ് സൗണ്ട് സെൻസ് ഇല്ല, മാപ്പ് നോളജ് ഇല്ല കുട്ടി. പിന്നെ അത്ര തന്നെ വണ്ടിക്കകത്ത് സൗണ്ട് കേൾക്കൂല്ലേ. നമ്മള് പിന്നെ നമ്മൾ പറയാ സ്കൗട്ട് എന്നും പറഞ്ഞിട്ട് ഫ്രണ്ട് പോണത് എന്ത് വിശ്വസിച്ച നമ്മളെ പിന്നാലെ പോണെന്തോ. ഇത്ര നാളെ ചെവി കേൾക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഹെഡ്സെറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പൊ ചെവി കേൾക്കുന്നില്ലെന്ന് കളഞ്ഞുറപ്പിക്കുന്നു. ഞങ്ങൾക്ക് സ്പെക്ടേറ്റേഴ്സ് സ്കിച്ച് ആയതുകൊണ്ട് കേൾക്കുന്നില്ല ഒന്നും അടിയൊന്നും. എന്താ പോയിടാവേ ഇതാരാ? ഇവിടെ റൂംമേറ്റ് വരെ നിന്റെ ഇത് കണ്ടിട്ട് മുകളിലോട്ട് പൊന്തി നോക്ക്. ഞാൻ മുകളിലോട്ട് നോക്ക്, ചുമ്മാ നിലം നോക്കിയിരിക്കാതെ നോക്കെടുത്ത് വെച്ചോ. ആയിട്ട് കാര്യമില്ല. എന്തേലും കാണിച്ച് ഗെയിമിലൊന്ന് ചേഞ്ച് ആക്കണം. കളിച്ചിട്ട് എന്ത് കാര്യം? പോയി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പഠിച്ചിട്ട് पुढे धोका आहे. पुढे धोका आहे. പോണ്ട ഇപ്പൊ ഒന്നും കൊടുക്കണ്ട. ഈ ഡ്രാഗോ ഗേളെന്ന് പറഞ്ഞ പെണ്ണില്ലേ അല്ലേ, അവള് ഉച്ചക്കൊക്കെ കൊറേ നേരം ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇരിക്കുന്നതാണ്. നമ്മൾ എന്നെ പഴം വിഴുങ്ങാൻ എവിടെ ഇരിക്കണത്? പ്രാക്ടീസ് ചെയ്യാറില്ല. എവിടെ ആള്? പതിയെ കേറാം. ഇവരില്ലേ, ഇവര് ഫ്രണ്ടിലോട്ട് ചിലപ്പോ സോൺ വരികയാണെങ്കിൽ കേറും. അപ്പൊ നീ ബാക്കിൽ അടിച്ചു. ഇവള് വന്നു വണ്ടിയാണോ ഈശ്വര. ശ്രദ്ധിക്കാം, അവിടെ അനങ്ങാതിരിക്കി. ഏന്ന സൗണ്ട് കേക്കും. നിന്റെ ഹെഡ്സെറ്റ് അല്ല അവളുടെ മറുതായിട്ട് ഇരിക്കുന്നേ. വണ്ടിയുടെ കാര്യം ശരിക്കും ഞമ്മളുടെ ഐഫോണിന്റെ ഹെഡ്സെറ്റ് വെറും ചൂപ്പിയാണ്. പറഞ്ഞു ഒരു കിണ്ടി കേക്കത്തില്ലത്. സത്യം സീരിയസ്ലി പറഞ്ഞത്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് പറഞ്ഞത്. വേഗം ഡിവൈസ് മാറ്റി, അതായിരിക്കും നല്ലത്. ഇപ്പൊ എല്ലാം സി ടൈപ്പ് ആണ്. മറ്റേ ഹെഡ്സെറ്റ് എനിക്ക് കുറെ നാളെ നിർത്തണം. ഗെയിമിങ്ങിന്റെ വേറെ ഹെഡ്സെറ്റ് മേടിച്ചാൽ മതി. അത്
കാണുന്നില്ല, ആരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് റിയൽമി ഇടുന്നു. കുത്തി കുത്തി ഫുട്ടൊക്കെ കൊടുക്കണ്ട. ഇവിടെ ഇല്ല. എത്ര ഫുട്ടുണ്ട്? ഒരു ഫുട്ടാണോ? വരുന്നുണ്ട്. SPP നിനക്ക് ഇവിടുന്ന് പറ്റും അടിക്കാൻ? എടാ നീട് എന്തോ കുക്ക് ചെയ്യുന്നുണ്ടടാ, എന്തോ കുക്കിംഗ് സൗണ്ട് കേട്ട്. ആ അടിപൊളി. കൊടുത്തിട്ടില്ലടാ. ഒന്നും ചെയ്യണ്ട, അവള് പോയി, അവളപ്പുറത്ത് വീട്ടിൽ കയറി. നോക്കായിരുന്നു. ടീം 70 നമ്മളാടാ. ഒരു ടീം അങ്ങനാണെങ്കിൽ 70 4MW ആണോ? അയ്യല്ല, സോണിക്കേറണ സോജ. അത് പറഞ്ഞ് നീ പൂട്ടേക്കത്ത് കേട്ടില്ലെന്ന് പറയണ്ട. പോയി 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 നീ കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് അതിന് നിക്ക്. കാരണം ലെഫ്റ്റത്തെ അവിടെ ആളുണ്ടെങ്കിൽ ഇതാ അവിടെ അടിക്കണ്ട അടിക്കണ്ട, അടിച്ചാൽ ഇവക്ക് സോണിക്കാനേ പറ്റൂല. കിടന്നു കഴിഞ്ഞാൽ മതി. ഇവളെ അടിച്ചാണെങ്കി ബാഗ് എവിടെയൊക്കെ സോണിക്കരുത്. ബ്രോക്കൺ വാർഡില് കയറി കയറി. എടാ ഇതൊന്നും അടിക്കാനുള്ള ടൈം മറ്റേ ഹീലിംഗ് പ്രോംപ്റ്റ് ഓൺ ആയിരിക്കും, അതാ.